വയനാട് ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ അവാർഡ് ഫംഗ്ഷൻ ആണ്. രാവിലെ 8:45 9 നമ്മളോട് അവിടെ എത്താൻ പറഞ്ഞു. നമ്മള് കറക്റ്റ് 8:45 തന്നെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ വരാൻ ലേറ്റ് ആയി. ബാക്കിയുള്ളവർ വരുന്ന വരെ ഞങ്ങൾ ബ്ലൂ ഡയമണ്ട് മാളിൽ പോയിട്ട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ AC ആണല്ലോ, എന്തെല്ലോ അറിയണ്ട്. എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. ഷെബിക്ക് 100K ആയി. അതിന്റെ ചെലവ് ഇതുവരെ കിട്ടിയില്ല. ഇറങ്ങിയതിനെ കൊണ്ട് തന്നെ നമ്മള് ഫുഡൊന്നും കഴിച്ചിട്ടില്ലേനു. അപ്പൊ പിന്നെ നെസ്റ്റോയിൽ പോയി എന്തേലും ഒന്ന് വായി തിന്നാ വിചാരിച്ചു. ഇത് പിന്നെ എല്ലാരും കണ്ണിലുണ്ണിയായിട്ടുള്ള വോയിസ് ഓഫ് അനു. നമ്മള് മേലെ പോയപ്പോഴും ഇവരെല്ലാരും നമ്മള് കൂട്ടാണ്ട് എന്തൊക്കെ തിന്നേനു. അതല്ലേലും അങ്ങനെ തന്നെ ആണല്ലോ. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും നമ്മള് വേണ്ടിയല്ല. പിന്നെ നമ്മള് മേലേക്കായി നിങ്ങള് പോയി നെക്സ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെ പിന്നെ എല്ലാരും വന്ന് നമുക്ക് പോകാനുള്ള ബസ്സും വന്നു. ബസ്സിൽ കയറിയമ്പാട് എല്ലാരും ഫുൾ ഓണേനും മൈക്കൊക്കെ എടുത്ത് ആദ്യം തടഞ്ഞവര്. പിന്നെ ഫൈസിന് ഫാത്തിമനെ അടിക്കുന്നു. പക്ഷെ ഫാത്തിമ മൈൻഡാക്കില്ല. പിന്നെ ഒരു നീണ്ട ഇടവേളകൾക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. ആകെ ടയർഡ്. നമ്മൾ എത്തുമ്പോ 4:30 5 മണി ആയിട്ടുണ്ടേനും. ബിക്കോസ് ബ്ലോക്കേനും ബ്രോക്കോട്ട് അങ്ങ് നോക്കി പേടിപ്പിക്കുന്നുണ്ട്. എല്ലാരും ക്ഷീണിച്ചൊരു വിധായി. അവിടെ പാട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടക്കാണ് ഇപ്പൊ ഇങ്ങളീ കാണുന്നത്. പിന്നെണ്ട് ബോസ്കോ എന്തൊക്കെയോ നിന്ന് തള്ളണം. അത് കേൾക്കാൻ ഞങ്ങളും എന്താ അല്ലേ. ആൾക്കാർ ഇനിയിപ്പൊ ടിപ്പുനായിട്ട് രംഗണ്ണനെ വിചാരിച്ച് പിടിച്ചുണ്ടാവോ അറിയില്ല. The Educational Expo, Kerala's biggest educational expo, the career journey. ഈ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോന്റെ പ്രോഗ്രാമിന് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് കോഴിക്കോടും പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനും വേണ്ടിട്ട് നമുക്ക് റോസ് പൂ തന്ന് ഞാൻ എല്ലാരോടും റോസ് പൂ ചോദിച്ചു വാങ്ങി. പിന്നെ നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ട് ആ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന നമ്മളെ മൈക്രോടെക്കും അതുപോലെ തന്നെ റിപ്പോർട്ട് ചാനലും കൂടെ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം 6 മണിയായി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ. പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ അവാർഡ് കൊടുക്കുന്ന പ്രോഗ്രാം ആയിരുന്നു. എനിക്കുള്ളത് കിട്ടിയപ്പോൾ ഞാനത് കാത്തിരുന്നു. പിന്നെ എന്റെ ഒരു കല്ലുടിയും വന്നിട്ട് AMKനോട് എന്തൊക്കെയോ പറയണേ. AMK ആണെങ്കിൽ അയാൾക്ക് നന്നായിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ചെക്കൻ എന്തൊക്കെയോ പറയണ്ട്. പക്ഷെ അയാൾക്ക് പറഞ്ഞിട്ടും തീരാഞ്ഞിട്ടാ തോന്നുന്നുണ്ട്. ലാസ്റ്റ് മൂപ്പർക്ക് വരെ ചെയർ ഇട്ട് കൊടുത്തു. ഇവൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ കല്ല് വാങ്ങുന്ന പൈസക്ക് മനുഷ്യങ്ങൾക്ക് എന്താണ് മന്തി വാങ്ങിച്ചത്. അപ്പൊ ഗായ്സ് ഇവർക്ക് ഇന്നെ വിട്ടുപോണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അതെ ഷെബി പോണേനെ കൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മളെല്ലാരും തിരിച്ചു വരാനും വേണ്ടി ബസ് കയറാൻ പോവാണ്. പിന്നെ വരുന്നേക്ക് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി നെഹദി മന്തിയിലേക്ക്. ഇന്നത്തെ വ്ളോഗ് അത്യാവശ്യം ലോങ് ആണ്. അതിനെ കൊണ്ടാണ് ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്ത്. സോ ഇത്രയുള്ളൂ. ബൈ.